Welcome to Entrance Physics 42. നമ്മുടെ വേവ് ഒപ്റ്റിക്സ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ചോദ്യം, the ratio of maximum intensity to the minimum intensity of an interference pattern is 9. What is the ratio of amplitudes from the two sources of light? Choice A, 9:1, B, 3:1, C, 2:1, D, 1:3. നേരത്തെ ഞാൻ ഈ വേവ് ഒപ്റ്റിക്സിൻ്റെ പോസ്റ്റിങ്സിൽ ആദ്യം ഞാൻ ഈ ഫോർമുലയൊക്കെ തന്നതാണ്. മാക്സിമം ഇൻറ്റൻസിറ്റി ഓഫ് ഇൻ്റർഫറൻസ് പാറ്റേൺ ഈസ് √I1 plus √I2 the whole square. Minimum intensity is √I1 minus √I2 the whole square. ഇത് തമ്മിലുള്ള റേഷ്യോ n എന്നിരിക്കട്ടെ. ഇപ്പം ഇതൊന്നും നിങ്ങൾ എൻട്രൻസിന് ചെയ്യേണ്ട കാര്യമില്ല. ഇനിയും നമ്മൾ എത്തിച്ചേരുന്ന റിസൾട്ട് ഏതാണെന്ന് നോക്കുക മതി. അത് ഓർത്തിരിക്കുക. നമുക്കറിയാം I=a², ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയറാണ്. അപ്പോൾ √I എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ √I1 എന്ന് പറഞ്ഞാൽ A1 ആണ്, ഫസ്റ്റ് സോഴ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. √I2 എന്ന് പറഞ്ഞാൽ A2. അപ്പോൾ ചുരുക്കത്തിൽ ഇത് A1 + A2 ബൈ A1 ഹോൾ സ്ക്വയർ ബൈ A1 മൈനസ് A2 ദി ഹോൾ സ്ക്വയർ ഈക്വൽസ് n. ഇവിടെ ഇപ്പോൾ n 9 ആയി ചോദ്യത്തിൽ. അത് ജനറലായിട്ട് n എന്നിരിക്കട്ടെ. എങ്കിൽ ഇതിൻ്റെ റൂട്ട് അങ്ങ് എടുക്കണം. അപ്പോൾ A1 + A2 ബൈ A1 മൈനസ് A2 ഈക്വൽസ് √n. നമുക്ക് A1 ബൈ A2 ആകാണ്ട്. അപ്പം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും A2 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യണം. അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇവിടെ A1 ബൈ A2 പ്ലസ് A2 ബൈ A2 1 ബൈ A1 ബൈ A2 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു √n. ഈ റേഷ്യോ നമുക്ക് കാണണ്ട. അത് സ്മോൾ r എന്നിരിക്കട്ടെ. ഇപ്പോൾ ഇത് r+1 ബൈ r-1 ഈക്വൽസ് √n എന്നാവും. ഇത് സിംപ്ലിഫൈ ചെയ്താൽ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് r ഈക്വൽസ് √n + 1 ബൈ √n മൈനസ് 1. ഇതങ്ങ് ഓർത്തിരുന്നുകൊണ്ടാൽ മതി. ഇവിടെ ഇപ്പോൾ n 9 മാക്സിമം ഇൻറ്റൻസിറ്റി മിനിമം ഇൻറ്റൻസിറ്റി തമ്മിലുള്ള റേഷ്യോ 9 തന്നിട്ടുണ്ട്. അപ്പോൾ n ഈസ് 9. √9 എന്ന് പറഞ്ഞാൽ 3 + 1 ബൈ 3 മൈനസ് 1. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട റേഷ്യോ. ദറ്റ് ഈസ് 4/2 ഓർ 2. ദറ്റ് മീൻസ് റേഷ്യോ ഈസ് 2:1. 2 സെക്കൻഡ് മതി. 2 seconds. ഇത് കുറേ ചെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെ തലയിൽ നിന്നുള്ളൂ. അപ്പോൾ r ഈക്വൽസ് √n + 1 ബൈ √n മൈനസ് 1 A1 ബൈ A2. അടുത്ത ചോദ്യം, ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് എ സോഴ്സ് ഓഫ് ലൈറ്റ് emitting two close wavelengths lambda and lambda plus delta lambda is used. It is found that a bright fringe of certain order of wavelength lambda plus delta lambda is destroyed by a nearest dark fringe of lambda. Then delta lambda equals A, 2 lambda by n, where n is the order of the destroyed fringe. B, lambda by n. C, lambda by n plus 1. D, lambda by 2n. ഇതാണ് പ്രശ്നം. നമുക്കറിയാം ലാംഡ എന്ന് പറയുന്ന വേവ് ലെങ്തിൻ്റെ എന്തു മാക്സിമം സ്ക്രീനിൽ ഫോം ചെയ്യുമ്പോൾ അവിടേക്കുള്ള പാത്ത് ഡിഫറൻസ് ബ്രൈറ്റ് ഫ്രിഞ്ചിന് n ലാംഡയാണ്.
ഡാർക്ക് ഫ്രിഞ്ച് ആണെങ്കിൽ n + ½ ഇൻറ്റു ലാംഡ. ഇത് ഞാൻ പറഞ്ഞത് ഈയിടെയും പറഞ്ഞു, വിശദമായിട്ട് നേരത്തെ ഉള്ള പോസ്റ്റിങ്ങുകളിലൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ലാംഡ പ്ലസ് ഡെൽറ്റ ലാംഡയുടെ nth ബ്രൈറ്റ് ഫ്രിഞ്ചും അതിനെ ലാംഡയുടെ nth ഡാർക്ക് ഫ്രിഞ്ച് ഡിസ്ട്രോയ് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ടും ഒരിടത്ത് വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും പാത്ത് ഡിഫറൻസ് സെയിം ആണെന്ന് അർത്ഥം. പാത്ത് ഡിഫറൻസ് ഒരിടത്ത് വരുമ്പോൾ പാത്ത് ഡിഫറൻസ് ഒന്നല്ലേ. അപ്പോൾ ലാംഡ പ്ലസ് ഡെൽറ്റ ലാംഡയുടെ nth ബ്രൈറ്റ് എന്ന് പറയുമ്പോൾ n ഇൻറ്റു ലാംഡ, n ഇൻറ്റു ലാംഡ പ്ലസ് ഡെൽറ്റ ലാംഡ ഈക്വൽസ് ലാംഡയുടെ nth ഡാർക്ക് ഫ്രിഞ്ച് എന്ന് പറയുമ്പോൾ n + ½ ഇൻറ്റു ലാംഡ. ഇത് ബ്രാക്കറ്റ് മാറ്റി എളുപ്പം ചെയ്യാമല്ലോ. n ലാംഡയും ഇവിടുത്തെ n ലാംഡയും കൂടെ ക്യാൻസൽ ചെയ്യും, പോയിട്ട് n ഇൻറ്റു ഡെൽറ്റ ലാംഡ ഈക്വൽസ് ലാംഡ/2 or ഡെൽറ്റ ലാംഡ ഈക്വൽസ് ലാംഡ/2n. That is the answer. So choice is D, ലാംഡ/2n. അടുത്ത ചോദ്യം, ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു വേവ് ഫ്രണ്ട്സ് ഫ്രം ദി സെയിം സോഴ്സ് ഓഫ് ലൈറ്റ്, a time delta t apart. രണ്ട് വേവ് ഫ്രണ്ട്സ് തമ്മിലുള്ള സമയവ്യത്യാസം ഡെൽറ്റ ടി ആണെങ്കിൽ ആ രണ്ട് വേവ് ഫ്രണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എ π/180 ഇൻറ്റു സി ഡെൽറ്റ ടി, സി ലൈറ്റ് വെലോസിറ്റി ഓഫ് ലൈറ്റ്, ബി 2π ന്യൂ ഇൻറ്റു ഡെൽറ്റ ടി, സി 2π സി ഇൻറ്റു ഡെൽറ്റ ടി, ഡി 2π/c ഡെൽറ്റ ടി. നമ്മൾ കണ്ട ഒരു കാര്യമാണ്, ഫേസ് ഡിഫറൻസ് ഈക്വൽ 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ് ഡെൽറ്റ. ദറ്റ് ഈസ് 2π/λ ഇൻറ്റു പാത്ത് ഡിഫറൻസ് സി ഇൻറ്റു ഡെൽറ്റ ടി ആ. ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ് ഈയിടെ. സി ഈസ് ദി വെലോസിറ്റി ഓഫ് ലൈറ്റ്. പക്ഷേ c/λ എന്ന് പറഞ്ഞാൽ ന്യൂ ആണ്. സി ഈക്വൽസ് ന്യൂ ലാംഡ, സോ c/λ ഈസ് ന്യൂ. ചുരുക്കത്തിൽ ഫേസ് ഡിഫറൻസ് ഈസ് 2π ന്യൂ ഡെൽറ്റ ടി. ദറ്റ് ഈസ് ദി ആൻസർ. സോ ചോയ്സ് ഈസ് ബി. ഞാനിൻ്റെ കൂടെ ഒരു പോയിൻ്റ് കൂടെ പറയാം. ന്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീക്വൻസി ആണ്. ദറ്റ് ഈസ് ദി നമ്പർ ഓഫ് വേവ്സ് reaching the point in 1 second. Again, new delta t എന്ന് പറഞ്ഞാൽ that represents number of waves reaching the point in time interval delta t. ഒരു സെക്കൻഡിൽ വരുന്ന വേവിൻ്റെ എണ്ണമാണ് ഫ്രീക്വൻസി ന്യൂ. എങ്കിൽ ഡെൽറ്റ ടി സെക്കൻഡ് സമയം കൊണ്ട് വരുന്ന വേവിൻ്റെ എണ്ണം ന്യൂ ഇൻറ്റു ഡെൽറ്റ ടി ആണ്. അപ്പോൾ ഈ ന്യൂ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് പറയുന്നതിനെ നമുക്ക് ഡെൽറ്റ എൻ എന്ന് എഴുതാം, നമ്പർ ഓഫ് വേവ്സ്. അപ്പോൾ ഈ ചോയ്സ് വേണമെങ്കിൽ ഫേസ് ഡിഫറൻസ് ഈസ് 2π/λ ഇൻറ്റു ഡെൽറ്റ എൻ എന്നും ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഉള്ള ചെറിയ ചേഞ്ചസ് വരാം. അപ്പോൾ ഈ സംഗതി അറിയാമെങ്കിൽ ഏതും ചെയ്യാം. Another one. In Young's double slit experiment, a thin transparent sheet of thickness d, small letter d, is held parallel to the plane of the slits. Interference fringes are observed on a screen 1 meter away. The sheet is given 180-degree rotation about an axis parallel to the slit plane. Then A, the fringes disappear altogether. B, fringes undergo a relative shift
and returns back to the initial pattern. C. All dark fringes are occupied by nearest bright fringes. D. There is no effect caused by rotation of the sheet. ഒരു യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിലെ ഒരു സ്ലിറ്റിൻ്റെ മുമ്പിൽ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പോൾ ലൈറ്റ് ആ സ്ലിറ്റിൽ കൂടെ വരുന്ന ലൈറ്റ് ഇതിൽ കൂടെ കടന്നേ പോകാൻ പറ്റും. മറ്റേ സ്ലിറ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് നേരിട്ടങ്ങ് പോകും. ഇത് ഞാൻ ഈയിടെ പറഞ്ഞു. ഇതിനകത്ത് ലൈറ്റിൻ്റെ വെലോസിറ്റി ഒന്ന് കുറയും. ഇതിൻ്റെ തിക്നെസ് ഡി ആണ്. എങ്കിൽ ഡി ഇൻറ്റു മ്യൂ -1 അത്ര അഡീഷണൽ പാത്ത് ഡിഫറൻസ് ഈ ഒരു ബീമിനുണ്ടാകുക. ഡി ഇൻറ്റു മ്യൂ -1. ആദ്യം ഇത് ഈ സ്ലിറ്റ്സിന് പാരലായിട്ടാണ് പിടിച്ചിരിക്കുന്നത്. ഇനി ഇതിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഫിലിം ഷീറ്റിൽ കൂടെ കടന്നു പോകുന്ന പാത്ത് ലെങ്ത് മാറും. ഇങ്ങനെ ഇരിക്കുമ്പോൾ പെർപെൻഡിക്കുലറായിട്ട് അപ്പോൾ ഡി ആയതിൽ കൂടെ കടന്നു പോകുന്ന പാത്ത് ലെങ്ത്. ഇത് ചരി എന്ന് പറഞ്ഞാൽ കൂടുതൽ ദൂരം ലൈറ്റിന് ഈ ഷീറ്റിൽ കൂടെ കടന്നു പോകേണ്ടി വരും. അപ്പോൾ ഡി ഇൻറ്റു മ്യൂ -1 അങ്ങ് മാറും. അപ്പോൾ ഫ്രിഞ്ചിൻ്റെ പാറ്റേൺ സിസ്റ്റം വന്നു ഷിഫ്റ്റഡ് ആവും. ഒരു ബ്രൈറ്റ് ഫ്രിഞ്ച് ഇരുന്ന സ്ഥാനത്ത് മറ്റേതെങ്കിലും ഒരു ഫ്രിഞ്ച് വന്ന് കയറാം. സ്ഥാനമാറ്റങ്ങളുണ്ടാവും. പാത്ത് ഡിഫറൻസ് മാറുകയല്ലേ രണ്ട് സോഴ്സും തമ്മിൽ. അപ്പോൾ ഇങ്ങനെ ഇത് കറക്കി 90 ഡിഗ്രി കറക്കുമ്പോൾ ഷീറ്റ് ഇങ്ങനെ ആകും. അപ്പോൾ പാത്ത് ഡിഫറൻസ് ഏറ്റവും കൂടുതൽ വരും. വീണ്ടും 90 തിരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഷീറ്റ് ഇങ്ങനെ ആകും. ഫേസ് ലെഫ്റ്റ് ഫേസ് റൈറ്റ് ഫേസ് മാറുമെന്നേ ഉള്ളൂ. പക്ഷേ ഷീറ്റ് വീണ്ടും ലൈറ്റിന് പെർപെൻഡിക്കുലർ ആകും. വീണ്ടും ഇത് കവർ ചെയ്യുന്ന തിക്നെസ് ഡി ആകും. അപ്പോൾ 0 ഡിഗ്രിയിലുള്ള അവസ്ഥ ഇങ്ങനെ, 180 ഡിഗ്രി തിരിച്ചു കഴിയുമ്പോഴുള്ള ഷീറ്റിൻ്റെ അവസ്ഥ ഇങ്ങനെ. പക്ഷേ ഇപ്പോൾ തിക്നെസ് ലൈറ്റ് കവർ ചെയ്യേണ്ട തിക്നെസ് ഈ കേസിലെ പോലെ തന്നെ ആവുക. അപ്പോൾ പഴയ പാത്ത് ഡിഫറൻസിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടുത്തെ ചോയ്സ് ബി ആണ്. ദി ഫ്രിഞ്ചസ് അണ്ടർഗോ എ റിലേറ്റീവ് ഷിഫ്റ്റ്. തിരിക്കുമ്പോൾ ആദ്യമൊക്കെ റിലേറ്റീവ് ഷിഫ്റ്റ് ഉണ്ടാകും. പക്ഷേ റിട്ടേൺസ് ബാക്ക് ടു ദി ഇനിഷ്യൽ പാറ്റേൺ. 180 ഡിഗ്രി തിരിച്ചു കഴിയുമ്പം പഴയ അവസ്ഥയിൽ എത്തിച്ചേരുക. ഫിലിമിലെ ലൈറ്റ് ഫിലിം കൂടെ കടന്നു പോകുന്ന ദൂരം സെയിമായിട്ട് മാറും. അപ്പോൾ ഫ്രിഞ്ച് പഴയ പാറ്റേണിലേക്ക് തിരിച്ചെത്തും ഫ്രിഞ്ച് സിസ്റ്റം. One more question. A wave of frequency 170 Hz and velocity 340 meter per second, 340 meter per second is propagating in the -x direction. The phase difference between x equals -2 meter and x equals -8 meter. A 10 pi radian, B 0, C 6 pi radian, D 3 pi radian. അറിയാം വേവ് ലെങ്ത് ലാംഡ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ഫ്രീക്വൻസി ആ V by nu. So 340 by 170, that is 2 meter. X equals -2, x equals -8. അപ്പോൾ ഇതിനിടയ്ക്കുള്ള അകലം -8 ഈ സൈൻ ഇട്ടുകൊണ്ട് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്നുകൊണ്ട് എക്സ് ആക്സിസിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് 8ഉം 2ഉം. അത് തമ്മിലുള്ള ദൂര വ്യത്യാസം ഏത് സൈഡിലാണെങ്കിലും 6 യൂണിറ്റാണ്, 6 മീറ്ററാണ്. അപ്പോൾ ഇവിടെ പാത്ത് ഡിഫറൻസ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ 8 - 2 6 മീറ്റർ, -8 - -2 എന്നെടുക്കരുത്.
അബ്സല്യൂട്ട് വാല്യൂസ് ഒന്ന് കുറച്ചാൽ മതി. 8 - 2 എടുത്താൽ മതി. ഇടതുവശത്താണെന്ന് കാണിക്കുന്നതേ ഉള്ളൂ ഈ -8ഉം -2 പറയുമ്പോൾ, നെഗറ്റീവ് എക്സ് കോർഡിനേറ്റിൻ്റെ ഭാഗത്ത്. പക്ഷേ ആ ദൂരം 8ഉം 2ഉം തമ്മിലുള്ള ദൂരം, ആ രണ്ട് പൊസിഷൻസ് തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ 6, 8 - 2 6. ഇപ്പോൾ 6 മീറ്ററാണ് ഡെൽറ്റ എങ്കിൽ ഫേസ് ഡിഫറൻസ് ഈസ് 2π/λ ഇൻറ്റു ഡെൽറ്റ. ദറ്റ് ഈസ് 2π/2 ഇൻറ്റു 6. That is 6π radian. The choice is C. ബാക്കി നമ്മളടുത്ത പോസ്റ്റിങ്സിൽ കാണും. താങ്ക് യു.